ചേറ്റൂർ ശങ്കരൻ നായർ AICCയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ഏക മലയാളി. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച കോൺഗ്രസിനെ നയിച്ച മലയാളിയായ നേതാവ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജനറൽ ഡയറിനെതിരെ ബ്രിട്ടീഷ് കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മാത്രമല്ല, ലോകത്തെ നിയമ പോരാട്ടങ്ങളുടെ ചരിത്രത്തിലും തിളങ്ങുന്ന അധ്യായമാണ്. ആ പോരാട്ടത്തിൻ്റെ കഥ പുസ്തകമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനായ രഘു പാലാട്ടും ഭാര്യ ഷീല പാലാട്ടും ചേർന്ന്. അതിപ്പോൾ സിനിമയായി ഉടൻ പുറത്തിറങ്ങുകയാണ്. കരൺ ജോഹർ ഒരുക്കുന്ന, അക്ഷയ് കുമാർ നായകനാകുന്ന ചിത്രം. രഘു പാലാട്ടും ഷീല പാലാട്ടുമാണ് ഇന്ന് നമ്മുടെ അതിഥികൾ. ശ്രീ രഘു പാലാട്ട്, ശ്രീമതി ഷീല പാലാട്ട്, നമസ്കാരം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനൊരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചത്? ഞാൻ സർ സി ശങ്കരൻ നായരുടെ മുതുമുത്തച്ഛനാണ്, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. അപ്പൊ ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് കഥകളൊക്കെ. പക്ഷെ അങ്ങനെ ആലോചിച്ചില്ല അതിനെ പറ്റിയിട്ട്. എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഒരു 2017 ഞങ്ങള് അമൃത്സറിലേക്ക് പോയി. എന്താണെന്ന് വെച്ചാൽ എന്റെ ഭാര്യ പുഷ്പയ്ക്ക് ഗോൾഡൻ ടെമ്പിൾ കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിൾ കണ്ടു, അവിടെ തൊഴുതു. അത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഒരു ബോർഡ് കണ്ടു, ജലിയൻ വാലാബാഗ് എന്ന്. അപ്പോൾ എനിക്ക് ഈ ഹിസ്റ്ററി വലിയ കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കുക, നമ്മളുടെ കയ്യിൽ കുറച്ച് സമയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് ആ വാളിൽ കണ്ടു, ബുള്ളറ്റ് മാർക്സ് കണ്ടു, ആ കിണറ്, ആൾക്കാരൊക്കെ വീണ കിണറ്, അതൊക്കെ കണ്ടു കഴിഞ്ഞു. അത് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തു വന്നപ്പോ മ്യൂസിയം ഉണ്ട്. അപ്പൊ മ്യൂസിയമിലെ എക്സിബിറ്റ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് പുഷ്പ വേഗം ഓടി വന്നിട്ട് പറഞ്ഞു, നോക്കൂ, നമ്മളുടെ സർ സി ശങ്കരൻ നായരുടെ വലിയൊരു പ്ലാക്ക് ഉണ്ട് ഓണർ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് വളരെ എക്സൈറ്റഡ് ആയി. ഞാൻ കണ്ടു അത്. അപ്പൊ പിന്നെ ഒരു പോലീസുകാരനോട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിത് വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഒരാള് ഈ പഞ്ചാബിലാണ് ഓണർ ചെയ്തേക്കണേ. അതിനെ പറ്റിയിട്ട് എനിക്കൊന്ന് കുറച്ചും കൂടി അറിയണം. പുതുമുത്തച്ഛനാണ്, പക്ഷെ എന്നാലും കുറച്ച് അറിയണം. എന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് റിസർച്ച് തുടങ്ങി. എന്നിട്ട് ഞാൻ ആർട്ടിക്കിൾ എഴുതി തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ട് ഡോട്ടേഴ്സ് ഉണ്ട്, ദിവ്യയും നിഖിലയും. അവർക്ക് അറിയണം അവരുടെ ആൻസസ്ട്രി എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ച് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു പുഷ്പയ്ക്ക്. അപ്പൊ പുഷ്പ വായിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് പോരാ, നമ്മൾ ഒരു ബുക്ക് എഴുതണം. ഇങ്ങൊരു ഇത്രയൊക്കെ ചെയ്തില്ലേ, ഇത് എല്ലാവരും അറിയേണ്ടത് കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെയാണ് ഈ ബുക്ക് എഴുതി തുടങ്ങി. കേരളയില് നമ്മൾ അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. വി ഹാഡന്റ് എവർ സീൻ പഞ്ചാബിലെ പോയിട്ട് കാണണം. ആർക്കും അറിയണ്ടായിരുന്നില്ല. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ബുക്ക് എഴുതി കഴിഞ്ഞിട്ട് മാതൃഭൂമി ഹെഡ്ലൈൻ എന്തായിരുന്നു എഴുതിയത് വെച്ചാൽ, മലയാളി മറന്ന മലയാളി എന്നാണ്. ആർക്കും അറിയണ്ടായിരുന്നില്ല. അത് യഥാർത്ഥത്തിൽ ഇതൊരു ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ്. അത്തരം ഒരു പുസ്തകത്തിന് ഒരു കഥ എന്നതിനപ്പുറത്ത് ചരിത്രമാണ്. റിസർച്ച് ചെയ്തപ്പോ നമുക്കും മനസ്സിലായി, ബീങ് ഫാമിലി, even we didn't know completely ignore it. It was sad. നിങ്ങൾ എഴുതിയത് ചരിത്രമാണ്. സ്വാഭാവികമായും ഏറെ ഗവേഷണം ആവശ്യമായ ഒരു വിഷയം. ഈ ഗവേഷണ ഘട്ടത്തിൽ എന്തായിരുന്നു പ്രധാനപ്പെട്ട വെല്ലുവിളികൾ? ഞങ്ങളുടെ കയ്യില് ഓട്ടോബയോഗ്രഫി ഉണ്ടായിരുന്നു. ശങ്കരൻ നായരുടെ ഓട്ടോബയോഗ്രഫി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവര് 2 സൺസിലോ ഉണ്ട്. ഒന്ന് സർ ചേറ്റൂർ മാധവൻ നായർ, മറ്റത് KPS മേനോൻ. അവർ രണ്ടാളും ബയോഗ്രഫീസ് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ശങ്കരൻ നായരുടെ തന്നെ സ്വന്തം ബുക്ക് ഗാന്ധി അനാർക്കി ഉണ്ടായിരുന്നു നമ്മുടെ കയ്യില്. അതും പോരാ, പിന്നെ ഞാൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടും സംസാരിക്കാൻ പറ്റി. പിന്നെ
ആ കാലത്തുള്ള ഈ ഹണ്ടർ റിപ്പോർട്ടിന്റെ ഫുൾ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. കോൺഗ്രസ് മുഴുവൻ റിപ്പോർട്ട് കിട്ടി. പിന്നെ ട്രയൽ ഉണ്ടായിരുന്നു, 5.5 ആഴ്ചയുടെ ട്രയലാണ്, ലോങ്സ്റ്റ് സിവിൽ കേസ് ഇൻ ഹിസ്റ്ററി. അതിന്റെ എല്ലാ ദിവസത്തിന്റെയും ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കിട്ടി ഞങ്ങൾക്ക്. ഹിന്ദുവിന്റെ, ടൈംസ് ഓഫ് ലണ്ടൻ, എല്ലാ ദിക്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അത്ര സെൻസേഷണൽ ആയിരുന്നു. അപ്പോൾ ആ ഡീറ്റെയിൽ, പിന്നെ ബുക്സും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ധാരാളം മെറ്റീരിയൽ കിട്ടി. ഇൻഫർമേഷനില് ഒരു പ്രോബ്ലം ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നില്ല. ഒരു പ്രോബ്ലം. ബ്രിട്ടീഷ് കോടതി അവരുടെ നിയമം ബ്രിട്ടനിൽ പോയി വാദിക്കേണ്ടി വരിക, ബ്രിട്ടീഷുകാരനായ ജനറൽ മൈക്കൽ ഓഡയർ മുഖ്യപ്രതിയായ ജാലിയൻ വാലാബാഗ് കേസ്. സ്വാഭാവികമായും വെല്ലുവിളികൾ വലുതാണ്. അക്കാലത്ത് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായർ ഈ കേസിൻ്റെ വാദവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കേണ്ടി വന്ന വലിയ വെല്ലുവിളികൾ എന്തെല്ലാമാണ്? ആ കേസില്ലേ, അത് മുഴുവൻ എതിരായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരു ഇംഗ്ലീഷ് ജഡ്ജായിരുന്നു. അത് അങ്ങൊരു വളരെ റേസിസ്റ്റ് ആയിരുന്നു. ജൂറി മുഴുവൻ ഇംഗ്ലീഷ്മൻ ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം അധികം ആൾക്കാർക്ക് അറിയില്ല. ആദ്യം ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞിട്ട് ആദ്യത്തെ ബാരിസ്റ്റർ എൻഗേജ് ചെയ്ത് ഒരു ഹേസ്റ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ബാരിസ്റ്റർ ആയിരുന്നു. വളരെ ഫേമസ്, വളരെ കേപ്പബിൾ ആളായിരുന്നു. അങ്ങോരെ അവര് അറ്റോർണി ജനറൽ ആക്കിയിട്ട് പ്രൊമോട്ട് ചെയ്തു. അപ്പൊ അങ്ങോർക്ക് അപ്പിയർ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് സർ ജോൺ സൈമണിനെ അപ്പോയിന്റ് ചെയ്തു. അങ്ങോരും വളരെ കേപ്പബിൾ ആയിരുന്നു. കേസിന്റെ ഒരു ദിവസം മുമ്പ് അങ്ങോര് പാരീസിൽ നിന്ന് ടെലിഗ്രാം അയച്ചു, റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് പെട്ടെന്ന് നാളെ കേസ് തുടങ്ങാൻ പോണു, ആരും ഇല്ല. അപ്പോ ഒരു മദ്രാസിലത്തെ ഒരു പഴയ ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു, അങ്ങോരെ എൻഗേജ് ചെയ്തു. അങ്ങോർക്ക് കേസ് പഠിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല, അങ്ങനെയാണ് എടുത്തു. ഇല്ല, അത് കഴിഞ്ഞിട്ട് കേസ് നടക്കുന്ന സമയത്ത് ജഡ്ജ് ഇത്ര റേസിസ്റ്റ് ആയിരുന്നു. പല പ്രാവശ്യവും പറയണ്ടായിരുന്നു ഇവര് ചെയ്തത് ബ്രിട്ടീഷ് എംപയറിന് നന്നായിരുന്നു. കേസ് മുഴുവൻ സമർപ്പം ചെയ്തും ഈ ജഡ്ജായിരുന്നു മക്കാടി. എങ്ങനെയാണ് ഗിൽറ്റി ആണെന്ന് പറയാൻ പറ്റുക എന്ന് ചോദിച്ചിട്ട്. അപ്പൊ എല്ലാതും സ്റ്റാക്ട് അഗൻസ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മുടെ സി ശങ്കരൻ നായരുടെ ഇതെന്തായിരുന്നു വെച്ചാൽ, ഐ വോണ്ട് ടു മേക്ക് ഷുവർ ഇങ്ങനെ ഒരു ജലിയൻ വാലാബാഗ് മാസക്കർ ഒരിക്കലും ഹിസ്റ്ററിയിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫൈറ്റ് ചെയ്തത്. അങ്ങൊരു മാൻ ഓഫ് ലോ ആയിരുന്നു. എല്ലാം ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ നടക്കണമെന്നുണ്ടായിരുന്നു. അപ്പോ അങ്ങൊരു വിചാരിച്ചു എന്തായാലും ജഡ്ജ് ഇംപാർഷ്യൽ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നില്ല. കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു അവർക്ക്. സ്വാഭാവികമായും നീതി നിഷേധിക്കപ്പെടാം എന്നൊക്കെ തോന്നാവുന്ന ഒരു വിഷയത്തിൽ ബ്രിട്ടീഷ് കോടതിയിൽ പോയി ചേറ്റൂർ ശങ്കരൻ നായർ കേസ് വാദിക്കുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ തന്നെ സാധാരണഗതിയിൽ മറ്റ് നേതാക്കളിൽ നിന്ന് ശ്രീ ശങ്കരൻ നായരുടെ സ്വഭാവ സവിശേഷതയ്ക്ക് തന്നെ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടാവും. തികച്ചും വ്യത്യസ്തനായൊരു നേതാവായിരുന്നു, ഒരു അഭിഭാഷകനായിരുന്നു അദ്ദേഹം എന്നതുകൂടി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്ന ഘടകം? അയാളുടെ പ്രിൻസിപ്പിൾസ് വെരി സ്ട്രോങ് ആണ്. അവർക്ക് അറിയായിരുന്നു പഞ്ചാബിൽ ചെയ്തത് അബ്സല്യൂട്ട്ലി അട്രോഷ്യസ് ആയിരുന്നു. എങ്ങനെയാ ഒരു ഗവൺമെന്റ് ഇത്ര ആൾക്കാരെ, ഇന്നസെന്റ് ചിൽഡ്രൻ, ബേബീസ്, എങ്ങനെ അവരെല്ലാം കൊന്നത്? They need to be answerable. That was his aim. അപ്പൊ എന്താ ഈ പഞ്ചാബിൽ അട്രോസിറ്റീസ് ഒക്കെ ചെയ്തില്ലേ? ജലിയൻ വാലാബാഗ് കഴിഞ്ഞിട്ട് ഈ മാർഷൽ ലോ പഞ്ചാബിലുണ്ടായിരുന്നു. എന്നിട്ട് ന്യൂസ് പേപ്പർ ഒക്കെ സെൻസർ ചെയ്തിട്ട് ഒരു ന്യൂസും പുറത്ത് വരാറില്ല. ആരെയും പഞ്ചാബിൽ നിന്ന് പുറത്തേക്കും വരാൻ സമ്മതിക്കാറില്ല. എന്നിട്ട് ന്യൂസ് ട്രിക്കിൾ ചെയ്തപ്പോഴാണ് ശങ്കരൻ നായർ പറഞ്ഞത്, ഞാൻ ഈ ഗവൺമെന്റിന് റിസൈൻ ചെയ്യാൻ പോണൂന്ന്. ആ വാക്ക് കേട്ടപ്പോ
ആരാണ് ഓടി വന്നത് ശങ്കരൻ നായരുടെ അവിടേക്ക് സിംലയില്? മോത്തിലാൽ നെഹ്റുവും ഡോക്ടർ ആനി ബെസാന്റും. അവര് വന്നിട്ട് പറഞ്ഞു റിസൈൻ ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇന്ത്യൻസിന് വേണ്ടിയിട്ട് ആരാണ് ഫൈറ്റ് ചെയ്യുക, നിങ്ങള് റിസൈൻ ചെയ്താന്ന്. എന്നിട്ട് അപ്പൊ ശങ്കരൻ നായർ പറഞ്ഞു, ഞാൻ ശരി, ഒരു ചാൻസ് നിങ്ങൾക്ക് തരാം. ഒരാള് പോയിട്ട് പഞ്ചാബിൽ പോയിട്ട് കണ്ടുപിടിക്കണം എന്താണ് പറ്റിക്കണേന്ന്. അപ്പോ അവര് ഫാദർ ആൻഡ്രൂസ് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഗാന്ധിയുടെ. അങ്ങൊരു ട്രെയിനിൽ കയറിയിട്ട് ലാഹോറിലേക്ക് പോവായിരുന്നു. പക്ഷെ പഞ്ചാബിന്റെ ബോർഡറിൽ അങ്ങോരെ നിർത്തി, എന്നിട്ട് മടക്കി അയച്ചു. അപ്പൊ അവര് മടങ്ങി വന്നു, സിംലയിലേക്ക് വന്നിട്ട് പറഞ്ഞു ശങ്കരൻ നായരിനോട്, നിങ്ങൾ റിസൈൻ ചെയ്തോളൂന്ന്. റിസൈൻ ചെയ്തപ്പോ ഒരു വലിയ ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു എല്ലാവർക്കും. ഒരു 3 ദിവസത്തിനുള്ളില് മാർഷൽ ലോ ലിഫ്റ്റ് ചെയ്തു പഞ്ചാബില്. 4 ദിവസത്തില് പ്രസ് സെൻസർഷിപ്പ് നിർത്തി. എന്നിട്ട് ഈ റെസിഗ്നേഷന്റെ ന്യൂസ് ലണ്ടൻ വരെ എത്തിയിട്ട് അവിടെ ഓസ്റ്റിൻ ചേംബർലിൻ ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. അങ്ങൊരു ഹണ്ടർ കമ്മീഷൻ തുടങ്ങി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്താ ശരിക്കും പറ്റിയ പഞ്ചാബിൽ നിന്ന് കണ്ടുപിടിക്കാൻ. അതുകൊണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗാന്ധിയുടെ കോൺഗ്രസ് റിപ്പോർട്ടും തുടങ്ങി. അങ്ങനെയാണ് ഈ ന്യൂസ് ആൾക്കാർക്ക് അറിഞ്ഞു തുടങ്ങി എന്താണ് പഞ്ചാബിൽ പറ്റിയെന്ന്. ഒരു ചരിത്രമാണ് ഇപ്പോൾ സിനിമയാകുന്നത്. സിനിമയിൽ ഒരു ചരിത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, അല്ലെങ്കിൽ പുസ്തകം ആധാരമാക്കിയാണ് സിനിമ. പുസ്തകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എടുക്കാനും കഴിയില്ല, ചെറിയൊരു ഭാഗം മാത്രമാണ് എടുക്കുന്നത്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇടപെടലുകൾ, ചർച്ചകൾ, അല്ലെങ്കിൽ അത്തരം നിർദ്ദേശങ്ങൾ, അത്തരം സിനിമയുമായിട്ടുള്ള താങ്കളുടെ ഒരു ബന്ധം എങ്ങനെയാണ്? ഈ സിനിമയിൽ കേസ് മാത്രമേ എടുക്കുന്നു. ബ്രൂട്ടാലിറ്റീസ്, അട്രോസിറ്റീസ് അതൊന്നും എടുക്കുന്നില്ല. കേസ് മാത്രമേ കാണിക്കാൻ പോകും. അല്ല, എന്താണെന്ന് വെച്ചാൽ ബുക്കിൽ പലതും എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കേസിന്റെ മുഴുവൻ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് പറ്റിയത്, എന്തായിരുന്നു സബ്ജക്ട്, കേസിന്റെ എന്തൊക്കെയാണ് റിവീൽ ചെയ്തിരുന്നത്. പക്ഷെ സിനിമ ഒരു അഡാപ്റ്റേഷൻ ആണ് നമ്മളുടെ ബുക്കിന്ന്. അതില് അവര് ഒരു ഇൻസിഡന്റ് എടുത്തിട്ട് അതിന്റെ പറ്റിയിട്ടാണ് എഴുതിക്കുന്നത്, കാണിച്ചേക്കുന്നത്. അവരുടെ ഡയറക്ടറും ഹാർവർഡ് ലോ ഗ്രാജുവേറ്റ് ആണ്, കരൺ സിംഗ് ത്യാഗി. സോ അതുകൊണ്ടാണ് ഫോക്കസ് മുഴുവൻ കേസിന്റെ. ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഗാന്ധി ആൻഡ് അനാർക്കി എന്ന പുസ്തകം എഴുതിയ, ഗാന്ധിയൻ ആശയഗതികളോട് വിയോജിച്ച AICCയുടെ പ്രസിഡന്റ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഗാന്ധിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം, നിയമലംഘന പ്രസ്ഥാനം, ഇതിനോടൊക്കെ അദ്ദേഹത്തിന് വ്യക്തിപരമായും അദ്ദേഹത്തിന് ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഇരുവരും തമ്മിൽ സവിശേഷമായ ബന്ധം കാത്തുസൂക്ഷിക്കുകയും ഒക്കെ ചെയ്തു. എങ്ങനെയാണ് ഈ വിമർശനങ്ങളെയും ഇരുവരും തമ്മിലുള്ള ഒരു ബന്ധത്തെയും ഒക്കെ കാണുന്നത്? അല്ല, ഒരു കാര്യം ഓർമ്മ വെക്കണം എപ്പോഴും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർ സി ശങ്കരൻ നായർ മഹാത്മാഗാന്ധിയെക്കാട്ടിലും വളരെ സീനിയർ ആയിരുന്നു. സർ ശങ്കരൻ നായർ 1897 കോൺഗ്രസ് പ്രസിഡന്റ്. നമ്മുടെ ശങ്കരൻ നായർ മാൻ ഓഫ് ലോ ആയിരുന്നു. ബിലീഫ് എന്തായിരുന്നു വെച്ചാൽ എല്ലാം ലീഗലായിട്ട് ലീഗൽ ലോസ് പാസ് ചെയ്തിട്ടാണ് റിഫോം ചെയ്യേണ്ടതെന്ന്. ഫീലിംഗ് അതാണ് പെർമനന്റ് ആയിട്ട്. നമ്മളുടെ ഗാന്ധിജിയുടെ മാനർ ഓഫ് ഫ്രീഡം കിട്ടുന്നത് വേറെ ജാതിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സിവിൽ ഡിസൊബീഡിയൻസ് ഒക്കെ. അപ്പൊ വ്യൂ പോയിന്റ് ഡിഫറെന്റ് ആയിരുന്നു. ഓൾദോ ദ പേർപ്പസ് ഒന്നായിരുന്നു. എന്താണെന്ന് വെച്ചാൽ സെൽഫ് റൂൾ ഫോർ ഇന്ത്യൻസ്. രണ്ടാളുടെയും നല്ല റെസ്പെക്ട് ആയിരുന്നു of each other. They differed on viewpoints. They differed on how to get independence, but they didn't disrespect. They're full of respect. I mean, Prabhu, you had those condolence letters. സർ മരിച്ചപ്പോ എല്ലാവരുടെയും ടെലിഗ്രാംസ് ഉണ്ടായിരുന്നു കണ്ടോളൻസസ് ആയിട്ട്. മുഹമ്മദ് അലി ജിന്ന, മഹാത്മാഗാന്ധി, ലോർഡ് വെല്ലിംഗ്ടൺ, എല്ലാവരുടെയും ഉണ്ടായിരുന്നു. പക്ഷെ അത് മാത്രല്ല
ഈ കേസ് കഴിഞ്ഞിട്ട് മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, സർ ശങ്കരൻ നായർ ഹാസ് പുട്ട് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആൻഡ് ദ ബ്രിട്ടീഷ് പീപ്പിൾ ഓൺ ട്രയൽ ആൻഡ് ഫൗണ്ട് ദം വാണ്ടിങ്. ആൻഡ് ഈ മഹാത്മാഗാന്ധി വേറെയും പറഞ്ഞു, സർ ശങ്കരൻ നായർ ഇസ് എ ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റർ. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, അത് എഴുതിയിട്ടുണ്ട് യങ് ഇന്ത്യയിൽ. വളരെ റെസ്പെക്ട് ഉണ്ടായിരുന്നു, എല്ലാവർക്കും റെസ്പെക്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ലീഡേഴ്സ് ഇല്ലേ, വേറെ വേറെ ഐഡിയാസ് ആണ് വെച്ചാലും അവര് ഫൈറ്റ് ചെയ്യാറില്ലേ. അവർക്ക് രണ്ടാൾക്കും വളരെ റെസ്പെക്ട് ഉണ്ടായിരുന്നു ഈച്ച് അതർ. ചേറ്റൂർ ശങ്കരൻ നായർ എന്ന AICCയുടെ പ്രസിഡന്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ കാലത്ത് സ്വാതന്ത്ര്യ സമരം നയിച്ച ഒരു പ്രധാന നേതാവിനെ വർത്തമാനകാലം എങ്ങനെയാണ് അടയാളപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് ഓർക്കേണ്ടത്, എങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ പുതിയ കാലത്ത് പ്രസക്തി ഉണ്ടാവുന്നത്? അല്ല, നമ്മളുടെ ഇന്ത്യ ഇവോൾവ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. നമ്മളുടെ അപ്പോ ശങ്കരൻ നായരും ഈ സമയത്ത് ഇവോൾവ് ചെയ്യും. അപ്പോ ഇപ്പൊ വളരെ സന്തോഷം ഉണ്ടാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വല്ല ചേഞ്ചസ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് ആണ്, ബൈ ലോസ്, അങ്ങനെയാണ് ചേഞ്ചസ് ചെയ്യുന്നത്. പിന്നെ വേറൊന്ന്, ഒരു ശങ്കരൻ നായരിന് ഇന്ത്യ വലിയ കാര്യമായിരുന്നു. അപ്പോ ഇപ്പോ നമ്മളുടെ ദി ഐസ് ഓഫ് ദ വേൾഡില് ഇന്ത്യ ഈസ് ലുക്ഡ് അപ്പോൺ വെരി ഹൈലി. Indian voice is heard. ഇന്ത്യൻ വോയിസ് ഹേർഡ് ആണ്. ഇന്ത്യക്ക് കുറെ റെസ്പെക്ട് കിട്ടുന്നുണ്ട് ഇപ്പോ. അപ്പൊ അതിന്റെ കാര്യം കൊണ്ട് വളരെ സന്തോഷവും ഉണ്ടാവും. കേസരി ചാപ്റ്റർ 2 സിനിമ വരുന്നതോടെ ഇതൊരു വിവാദം കൂടിയാവുകയാണ്. കോൺഗ്രസും BJPയുമായി ബന്ധപ്പെട്ട വിവാദം. BJP കോൺഗ്രസിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ചേറ്റൂർ ശങ്കരൻ നായരെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഗാന്ധിയോട് വിയോജിച്ചു എന്നതിൻ്റെ പേരിൽ കോൺഗ്രസ് മറന്നു കളഞ്ഞു എന്നുള്ള ഒരു വിമർശനമൊക്കെയാണ് ഉയർത്തുന്നത്. എന്താണ് ഇത്തരം വിമർശനങ്ങളോട് നിങ്ങൾക്കുള്ള പ്രതികരണം? Congress president ആയിരുന്നു, and yes, he was forgotten maybe, but it's never too late. ഇപ്പം ചെയ്യാലോ, എപ്പോ ചെയ്യാം. ഇപ്പൊ ഈ മൂവി വന്നപ്പോ ഇത്ര റെക്കഗ്നിഷൻ കിട്ടി. ഇനി BJP കോൺഗ്രസ് ആർക്കും റെക്കഗ്നൈസ് ചെയ്യാം. It's never too late. His contribution is undeniable. It's undeniable. It was phenomenal. So yeah, കുറച്ചു കാലായി ഇപ്പൊ കണ്ടേ. പക്ഷേ ഇപ്പൊ എല്ലാവർക്കും ശങ്കരൻ നായരിനെ അറിയാം. നന്ദി ശ്രീ രഘു പാലാട്ട്, ഷീല പാലാട്ട്.